on the road. Hi. ഷെഫ് ഓൺ റോഡ് വിളിക്കൂ വരും കഴിച്ചോളി എന്നുള്ള ക്യാപ്ഷൻ്റെ യാത്രയുടെ തുടക്കം ഇന്നാണ്. അതിൻ്റെ ഇതാ എല്ലാ ഒരുക്കങ്ങളും. ഇത് യൂട്ടൻസിൽ പാത്രങ്ങൾ, ഇത് യൂട്ടൻസിൽ, ഇത് ഇൻഗ്രീഡിയൻസ്, അത്യാവശ്യം കിട്ടാത്ത സാധനങ്ങൾ, ബാക്കി ഡ്രസ്സ്, അത് ഇത് പാത്രം, കണ്ടമാന സാധനങ്ങളായിട്ടാണ് ഇതാ ഫുള്ളിങ്ങനെ കിടക്കുക. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ സാധനങ്ങൾ, ഇത് ഷൂട്ടിങ്ങിൻ്റെ ഫുൾ സാധനങ്ങളാണ്. ഇങ്ങനെ ചെരുപ്പ്, ഷൂ, അത് ഇത്. അപ്പോൾ പിന്നെ എന്താ പറയുക, എല്ലാം ഉണ്ട്. എൻ്റെയും അനൂഷിൻ്റെയും ഓളതും എല്ലാം ഡ്രസ്സും എല്ലാം ഉണ്ട്. ഫുൾ ലോഡായി, ഫുള്ള് സാധനം കയറ്റി. കുറച്ച് ടൈറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിലിണ്ടർ എടുത്തിട്ടുണ്ടായി. ആക്ച്വലി സിലിണ്ടർ ഒഴിവാക്കി, സ്ഥലമില്ല. അപ്പോൾ നമുക്ക് പോകുന്നിടത്തു നിന്ന് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. ബാക്കി എല്ലാ സാധനവും ഉണ്ട്, A to Z. സിലിണ്ടർ നേരെ പുറത്തേക്ക് വെച്ചു. അപ്പോൾ ബാക്കിയെല്ലാം ഉണ്ട്. ഇനി നമുക്ക് യാത്ര ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. അനൂഷ് ഉറങ്ങാണ്. വണ്ടിയിൽ നിന്ന് എപ്പോൾ എണീക്കുന്ന അന്നേരം നമുക്ക് ഷൂട്ട് ചെയ്യാം. നേരെ വെക്കണോ, നീക്കണോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ യാത്രേൻ്റെ ഇടയിലാണ് ഉള്ളത്. ഇപ്പോൾ കോഴിക്കോടാണ് ഉള്ളത്. കോഴിക്കോട് നിന്ന് ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് പുറപ്പെടും, തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. അപ്പോൾ ഷെഫ് ഓൺ റോഡ് വിളിക്കൂ വരൂ കഴിച്ചോളി എന്നതിന് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട് ഇന്നിവിടെ. ആ അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ ആ അനൗൺസ്മെൻറ്റ് ഉള്ള സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അനൗൺസ്മെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. എൻ്റെ ട്രാവലിൻ്റെ മുഴുവൻ സ്പോൺസറും ഇവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് 6 ബ്രാഞ്ചസ് ഉണ്ട്. അതിലുള്ള ഒരു ബ്രാഞ്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്, കാലിക്കറ്റുള്ള. അത് എന്താണ് ഏതാണ് എന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണാൻ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോവാം. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇതാണ് നമ്മുടെ സ്വന്തം ഫ്ലേവർ മാർട്ട്. ഫ്ലേവർ മാർട്ടാണ് എൻ്റെ കംപ്ലീറ്റ് യാത്രയുടെ എല്ലാ സ്പോൺസർഷിപ്പും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ 6 ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഓൾറെഡി 6 ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഓൾറെഡി കഴിഞ്ഞു. ഇന്നലെ പിന്നെ ഇവിടെ നമ്മളെ മുക്കത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് തന്നെ 2 ഷോറൂം ഉണ്ട്. പിന്നെ മുക്കത്തുണ്ട്, പിന്നെ താമരശ്ശേരി ഉണ്ട്, വയനാടുണ്ട്, കണ്ണൂരുണ്ട്. ഇത്രയും സ്ഥലത്തുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഇനിയും ഇത് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് എന്താന്ന് പറഞ്ഞാൽ പിന്നെ ബേക്കേഴ്സിനുള്ള, ഹോം ബേക്കേഴ്സിനും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബേക്കേഴ്സിനുള്ള ഒരുവിധം എല്ലാ A to Z സാധനങ്ങളുണ്ട്. നമുക്ക് ഇവിടെ എന്തെങ്കിലും അങ്ങനെ ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയുക, വേറെ എവിടെയും തപ്പിപ്പോണ്ടില്ല. ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നില്ല, ആ കുടക്കീഴിലുള്ളതുപോലെ നമ്മളിവിടെ എത്തിക്കാൻ നമുക്ക് വേണ്ട എല്ലാ സാധനവും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് റിലേറ്റഡ് സംഭവം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഇനിയുള്ള ഡീറ്റെയിൽസ്, ഞാൻ എൻ്റെ ട്രാവൽ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ഞാൻ കോഴിക്കോട് എത്തുന്ന സമയത്ത് ഞാനിവിടെ ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫ്ലേവർ മാർട്ടിൽ തന്നെ. അപ്പോൾ നമുക്ക് കോഴിക്കോടുള്ള എല്ലാവർക്കും ഇവിടെ കൂടാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോയിൽ ഞാൻ എന്തായാലും പറയും. എൻ്റെ ഓൾമോസ്റ്റ് 60ഓളം ദിവസമുള്ള ഒരു യാത്രയാണിത്. അപ്പോൾ ആ യാത്രയുടെ തുടക്കം ഇനി ഞാനിവിടുന്ന് തിരിക്കട്ടെ. ഇനിയും നമുക്ക് കാണാം. അപ്പോൾ ഫ്ലേവർ മാർട്ടിനൊപ്പം ഷമീമും കൂടെ ഷെഫ് ഓൺ റോഡ്. അപ്പോൾ നമ്മളെ ഷെഫ് ഓൺ റോഡ് വിളിക്കൂ വരൂ കഴിച്ചോളി എന്നുള്ളതിൻ്റെ യാത്രയുടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസമായി ആക്ച്വലി ഇത് വിട്ടിട്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് വിട്ടിട്ട് 8 ദിവസം 9 ദിവസമായി. നമ്മൾ പാക്ക് ചെയ്തിട്ടൊക്കെ. അപ്പോൾ പാക്ക് ചെയ്തിട്ട് വിട്ട് കണ്ണൂർ മാട്ടൂരിലുള്ള ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വയനാട്ടിലുള്ള ഷൂട്ട് ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്നുള്ള ഒരുപാട് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്ന് ഇപ്പം പട്ടാമ്പി, തൃശ്ശൂർ, എറണാകുളം വഴി ഇങ്ങനെ പോകും. എറണാകുളത്തും ചെറിയൊരു മീറ്റപ്പ് ഉണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ മീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇത് ഞാനിപ്പോൾ ഈ സംസാരം കഴിഞ്ഞിട്ടുള്ള അവർ വിഷ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ ഈ യാത്രയിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ വ്യക്തമായിട്ട് ഇപ്പോൾ ഇവിടെ ക്ലിയർ ആക്കി പറയാം. എന്നുവെച്ചാൽ ഈ യാത്രയിൽ ഞാൻ ഓരോ ജില്ലയിലും പരമാവധി 5 ദിവസം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓരോ ജില്ലയും ഏതെങ്കിലും ജില്ലയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ അവരുടെ വീട്ടിൽ പോയി കുക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ തിരുവനന്തപുരംകാരെന്ത് ചെയ്യണം, ഈ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ആ കമന്റിലൂടെ തിരുവനന്തപുരം ജില്ലക്കാർ മാത്രമേ, എന്നിട്ട് ആ കമന്റിലൂടെ ഞാൻ തിരുവനന്തപുരംകാരെ പിക്ക് ചെയ്യും. എന്നിട്ട് അവരെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരാളെ പിക്ക് ചെയ്തിട്ട് അവരെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു എപ്പിസോഡ് ഒരു റെസിപ്പി ഷൂട്ട് ചെയ്യും.
അപ്പൊ നിങ്ങൾ തിരുവനന്തപുരംകാർ കമന്റ് ചെയ്യേണ്ടത് തിരുവനന്തപുരം തന്നെ എഴുതണം കേട്ടോ, തിരുവനന്തപുരം, എന്നിട്ട് നിങ്ങളുടെ പേരും, എന്നിട്ട് അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. അപ്പൊ ആ ഇത് എഴുതാം. പിന്നെയുള്ള എന്റെ യാത്രയുടെ ഉദ്ദേശം മറ്റെന്ന് പറഞ്ഞാൽ എന്റെ ദേശഫ് ടീമായിട്ടുള്ള കുക്കിംഗ് ഉണ്ട്. അത് നിങ്ങളെല്ലാവരും കൂടെ കാത്തുനിന്ന ഒരു അവസരങ്ങളാണല്ലോ. അപ്പോൾ ആ ദേശഫ് ടീമായിട്ടുള്ള കുക്കിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കലേഷായിട്ടുള്ള കുക്കിംഗ് ഉണ്ട്. പിന്നെ മറ്റുള്ള സെലിബ്രിറ്റീസിനെ കിട്ടുകയാണെങ്കിൽ അവരുടെ കൂടെയുള്ള കുക്കിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒക്കെ ഒരു സെലിബ്രിറ്റി മോഡ് ഓഫ് കുക്കിംഗ് ഉണ്ട്. അപ്പൊ രണ്ട് കാര്യമായാലും, ഒന്ന് എന്റെ സബ്സ്ക്രൈബറെ വീട്ടിൽ വെച്ച് ഞാൻ കുക്ക് ചെയ്യും, രണ്ടാമത്തെ കാര്യം സെലിബ്രിറ്റീസിന്റെ കൂടെ കുക്ക് ചെയ്യും. പിന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് എനിക്കിപ്പോ തിരുവനന്തപുരത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അവിടെ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ നമുക്ക് അത് അവരുടെ ഒരു വീഡിയോയിലൂടെ പോകണം, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവും. ഈ ഫുഡായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുക്ക് ചെയ്തിട്ട് അവരെ കൂടെ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസ് ഉണ്ട് അതൊന്ന് പബ്ലിക്കിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ ഇതിൽ കവർ ചെയ്യാന്നുള്ള ഉദ്ദേശമുണ്ട്. ഏതെങ്കിലും പഴയ പ്രായമുള്ള ഉമ്മമാരോ അമ്മൂമ്മമാരൊക്കെ ഉള്ള അവർക്ക് എന്തെങ്കിലും കുറെ ട്രഡീഷണൽ സാധനം ഉണ്ടാവില്ല, അപ്പൊ അത് കുക്ക് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പിന്നെ നാലാമത്തെ കേസ് ഞാൻ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നത് ഒരു റിവ്യൂ ആണ്. ഒരു ജില്ലയിൽ നിന്ന് ഒരു റിവ്യൂ എടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ 2 റിവ്യൂ ആവാം. അത് എങ്ങനെയാണ് എന്റെ റിവ്യൂവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു റിവ്യൂവിൽ തന്നെ ഒരു എപ്പിസോഡിൽ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ റിവ്യൂ ഉണ്ടാവും. ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആ ജില്ലയിൽ എവിടെ കിട്ടുന്നെന്നുള്ള. അതേ എപ്പിസോഡിൽ തന്നെ ഏറ്റവും നല്ല ലഞ്ച് എവിടെ കിട്ടുന്നെന്നുള്ളത് ഉണ്ടാവും. പിന്നെ അതേ എപ്പിസോഡിൽ തന്നെ പിന്നെ ടീയോ സ്നാക്സോ ബർഗറോ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ചായയോ അങ്ങനെയുള്ള എവിടെ കിട്ടുന്നുണ്ടാവും. പിന്നെ ഡിന്നർ. അപ്പൊ എന്തായി, ഒരു ജില്ലയിലുള്ള നമ്മൾ സാധാരണ നമ്മൾ ഭക്ഷണം കരുതുന്ന 4 കാര്യങ്ങളുള്ള എപ്പിസോഡ് ഒറ്റ സിംഗിൾ എപ്പിസോഡായിട്ട് ഇറക്കാന്നുള്ള ഒരു ഉദ്ദേശം. ഇങ്ങനെയാണ് എന്റെ ടോട്ടൽ യാത്രയിലുള്ള എയിം. ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഓരോ ജില്ലയിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നെ ഒരു പ്രത്യേക കാര്യം, ഞാൻ എന്തായാലും ഫുഡിനെ കുറിച്ചുള്ള നെഗറ്റീവ് പറയൂല. അത് യാതൊരു സംശയമില്ല. നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാനത് അറിയിക്കൂല, പറയൂല. വെറുതെ അവരുടെ എഫേർട്ടിനെ എനിക്ക് നെഗറ്റീവ് ആക്കിയിട്ട് പറയാൻ കഴിയില്ല. അവരുടെ നല്ല കാര്യങ്ങളുണ്ട്, നല്ല വശങ്ങളും നല്ല കാര്യങ്ങളും ഞാൻ പുറത്തറിയിക്കും. അവർക്ക് എന്തെങ്കിലും കൈപ്പഴവുകൾ കൊണ്ട് പറ്റിപ്പോകുന്ന നെഗറ്റീവുകൾ ഞാൻ ഒരിക്കലും അറിയിക്കൂല. അപ്പൊ ആ ഒരു എയിമിലായിരിക്കും എന്റെ യാത്രയുടെ ഉദ്ദേശം ഉണ്ടാകുന്നത്. നല്ല കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയിക്കാമല്ലോ. നമ്മൾ മോശം അറിയിച്ചിട്ട് വെറുതെ അവരെ വിഷമിപ്പിക്കുകയോ ഇതാക്കുകയോ ഒന്നും വേണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ എയിം ചെയ്തിട്ടുള്ള ഒരു യാത്ര അതും 60 ദിവസത്തെ യാത്രയാണ്. ചില്ലറല്ല. കേരളം ഒട്ടാകെ അങ്ങനെ ആരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്റെ ഈ വീഡിയോന്റെ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് എന്റെ യാത്ര കൊണ്ടുള്ള ഉദ്ദേശം ഈ 4 പോയിന്റ്സ് അത് ഞാൻ എന്തായാലും എഴുതുന്നുണ്ട്. അപ്പൊ തിരുവനന്തപുരംകാരും മറക്കണ്ട, ഞാൻ ഒന്നും കൂടെ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഒന്നും കൂടി ഇത് ക്ലിയർ ആക്കിയിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരാം. അതിന്റെ ഇടയിൽ നിങ്ങളിപ്പം എല്ലാ സെലിബ്രിറ്റീസിന്റെയും അല്ലെങ്കിലും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിഷ് ചെയ്തതൊക്കെ എല്ലാവരും ഇല്ല, ഞാൻ കുറച്ച് പേരെ കേട്ടോ. അപ്പോൾ വിഷ് ചെയ്തതൊക്കെ നമുക്ക് ഇതിന്റെ ഇടയിൽ ഇടാം. അപ്പൊ നിങ്ങള് ആരാ കൂടെയെന്ന് കണ്ടില്ലേ? കേരളം ഒട്ടാകെ പോസിറ്റീവ് എനർജി എന്താ മനസ്സുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്ന ആളാണ്. നമ്മളെ എല്ലാവരുടെയും ഒരു തരംഗമായ എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഷെഫ് ഓൺ ദ ഗോ. ഷെഫ് കേരളം മുഴുവൻ യാത്ര ചെയ്യാൻ പോവാണ്. കേരളത്തിന്റെ മുക്കും മൂലയിലൊക്കെ ഫുഡ് അന്വേഷിച്ച് യാത്ര തിരിക്കാൻ പോവാണ്. അത് മാത്രമല്ല, ഇദ്ദേഹം ഒരുപാട് സാധനങ്ങൾ, ഒരു കാറ് നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതിനകത്ത് കുക്കിംഗ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇത് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളുണ്ട്, ഇത് കുക്ക് ചെയ്യാനുള്ള സ്റ്റൗ ഉണ്ട്. അതെ, അപ്പൊ വൈഫ് തന്നെയാണ് ക്യാമറ ചെയ്യുന്നത്. ഒരു പൈസയും പുറത്തു കൊടുക്കാതെ മൂപ്പര് പെട്രോൾ അടിക്കുന്ന കാശ് മാത്രം കൊണ്ട് മൂപ്പരൊരു ഒരു യൂട്യൂബിലൂടെ പിന്നെ നമുക്ക് ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരുപാട് റെസിപ്പീസ് നമുക്ക് അറിയാതെ പോകുന്ന, ചിലപ്പോൾ പ്രായമായി മരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ പോകും ചില റെസിപ്പീസ്. ഒരു ഉമ്മയായിരിക്കും ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. അവര് മക്കൾക്കൊന്നും മക്കൾക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ റെസിപ്പീസ് ഒക്കെ ശേഖരിച്ചു വെക്കാനായിട്ട് ഷമീമിന്റെ ഒരു ശ്രമമാണ്. അതിന്റെ കൂടെ പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് കുക്കിംഗ്. അതെ. അപ്പൊ ഫ്രീ ടൈം ഒക്കെ എവിടെ എപ്പോ ഉണ്ടെങ്കിലും ഒപ്പം നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി, അല്ലെ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പോ ഈ ഷെഫ് ഓൺ റോഡ്
വിളിക്കൂ വരൂ കഴിച്ചോളി ഇതിന്റെ അടിയിലുള്ള മലയാളം. അപ്പൊ ഷെഫ് ഓൺ റോഡ്, ഷെഫ് ട്രാവൽ ചെയ്യാൻ പോവാണ്. അപ്പോ നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് വരെ ഒരു ജില്ലയിൽ ഏകദേശം ഒരു 4-5 ദിവസം അങ്ങനെ നമ്മൾ കണക്കൂട്ടുന്ന ഏകദേശം ഒരു 60 ദിവസത്തെ ട്രിപ്പ്. പക്ഷെ ആ എല്ലാ ദിവസത്തെ ട്രിപ്പും യൂട്യൂബിൽ സ്റ്റോറി ആയിട്ട് ഇടണേ. എന്ന് വെച്ചാല് നമ്മളെ പോലെയുള്ള ഫുഡീസിന് വന്ന് കഴിക്കാനുള്ള ഒരു ഇന്നത്തെ ഒരു പ്രത്യേകതയും കൂടി പറയാം. ഇന്ന് ഷമീം ഒരു പിന്നെ മന്തി ഉണ്ടാക്കി തന്നു. അത് യമനി സ്റ്റൈലിലുള്ള ഒരു ടിപ്പിക്കൽ മന്തി ഉണ്ടാക്കി തന്നു. അതിന്റെ എല്ലെന്നൊക്കെ മട്ടൺ മന്തി ആയിരുന്നു. ഇങ്ങനെ എല്ല് കുടഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഈ മാംസം ഊരി വീഴുന്ന തരത്തിലുള്ള ഒരു മന്തിയായിരുന്നു. അതിന്റെ റൈസിന്റെ ഫ്ലേവർ ഗംഭീരമായിരുന്നു. അതിനകത്ത് ഈ യമനികൾ വേവിക്കുന്ന പോലെ തന്നെ പച്ചമുളകൊക്കെ അതിനകത്തിട്ട് വേവിച്ചാണ് തന്നത്. ആ പച്ചമുളക് കഴിക്കാനും പിന്നെ അതിന്റെ ഈ യമനികളുടെ കറുത്ത നാരങ്ങ ഉണ്ടല്ലോ, ഡ്രൈ ലെമൺ, അത് മൂപ്പര് പറഞ്ഞുതരാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്ട്രൈക്ക് ആയിട്ടാ. ആ ഡ്രൈ ലെമണിന്റെ തൊലി അങ്ങ് കഴിക്കുമ്പോൾ ഒരു കിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ഇത്രയും കാലം അത് മാറ്റി വെക്കണം. പക്ഷെ അത് കഴിക്കുമ്പോൾ അത് പൊട്ടിച്ച് അതിനകത്ത് ഒരു കാമ്പുണ്ട്. ആ കാമ്പ് അതിന്റെ സ്കിന്നും കൂട്ടി കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര കിക്കാ. ഒരു എക്സ്ട്രീംലി ഗംഭീര ഫ്ലേവറാണ്, അടിപൊളിയാ. അപ്പൊ അതിന്റെ റെസിപ്പിയും നമുക്കൊരു ദിവസം അപ്ലോഡ് ചെയ്യാം. അത് പിന്നെ സെപ്പറേറ്റ് ഷൂട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കല്ലുവിന്റെ ഒരു ചാനലുണ്ട്, കല്ലു പിന്നെ രാജ് കലേഷ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി മുതൽ അതിലേക്കും കൂടെ സംഭവങ്ങളൊക്കെ കയറി തുടങ്ങും. പിന്നെ മൂപ്പര കൂടെ ഒരു കുക്കിങ്ങും കൂടെ ഉണ്ട്. മൂപ്പര വീട്ടിൽ വെച്ചൊരു കുക്കിംഗ് ഉണ്ട്. മൂപ്പരും ഞാനും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്ന ഒരു എപ്പിസോഡ് വരാൻ പോകുന്നുണ്ട്. അതെ, അത് എന്റെ യൂട്യൂബിലും ഞാൻ ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ പിന്നെ ഷെഫ് ഓൺ റോഡിന് എല്ലാ ആശംസകളും നേരെയാണ്. ഈ ഞാൻ പ്രേക്ഷകരോടൊരു കാര്യം പറയാനുള്ളത്, ഭയങ്കര പാഷനേറ്റാ. ഈ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ തന്നെ ഫുഡിനെ കുറിച്ചും അത് ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചും ഇത് കണ്ട ആൾക്കാരെ കുറിച്ചും ഇദ്ദേഹത്തിന്റെ 2 റെസിപ്പീസ് വിനീത് ശ്രീനിവാസൻ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. കലേഷ് ഏട്ടാ, നിങ്ങൾ വരുമ്പോൾ ചെന്നൈയിൽ വരുമ്പോൾ ഞാനൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് നോൺ വെജ് കുക്ക് ചെയ്യാം. ഒരു ദിവസം നിങ്ങൾ കുക്ക് ചെയ്യുന്നു, ഒരു ദിവസം ഞാൻ കുക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിനീത് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പറ്റുമെങ്കിൽ 3 പേർക്ക് കൂടെ ഒരുമിച്ച് ഇത് ചെയ്യാം. അപ്പൊ ഈ യാത്രയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഗംഭീരമാവട്ടെ. നമുക്ക് ഈ യാത്രയിൽ ഇടയ്ക്കൊക്കെ ഞാൻ ജോയിൻ ചെയ്യും. സന്തോഷം. ഈ യാത്രയുടെ തുടക്കമായതിലും എന്താ പറയേണ്ടതൊക്കെ അറിയില്ല. അത്രയും സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തല്ലോ. എന്താ പറയാ, ഈ ഇതിനകത്ത് കിട്ടുന്ന നല്ല റെസിപ്പീസ് ഒക്കെ എനിക്ക് ഉണ്ടാക്കി തരും. ഞാൻ കണ്ണൂർ വരുന്ന സമയത്ത് ഞാൻ ചോദിക്കും. അപ്പോ ഈ ഷമീം എന്നോട് ഇന്ന് നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ ഷമീം എന്നോട് പറയായിരുന്നു, നമ്മളിപ്പോൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഒരു എക്സിക്യൂട്ടീവ് ഷെഫായിട്ടോ പിന്നെ ഒക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും വേണ്ടിയിട്ട് ജോലി ചെയ്യുകയാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് അത് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ റെസ്റ്റോറൻറ്റ് കൺസൾട്ടന്റ് കൂടിയാണ്. അപ്പോൾ ഇത് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതിന്റെ കിച്ചൺ എവിടെ വെക്കണം, ഇതിന്റെ പിന്നെ എവിടെ നിന്ന് സെർവ് ചെയ്യണം, അതെ, ഡ്രീം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ തരത്തിലേക്ക് വേറെ ആരുടെയും കീഴിൽ ജീവിക്കാതെ എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. അപ്പൊ ആ പാഷന് എല്ലാ ആശംസകളും. എന്തായാലും തുടക്കത്തിൽ തന്നെ നിങ്ങളെ കിട്ടിയല്ലോ എന്നുള്ളതാണ്. ഈ സുലൈമാൻ അല്ല, അപ്പൊ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. അപ്പോൾ ഉഷാറാവും, ഇത് ഗംഭീരാവും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇനിയിപ്പോ ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണമെങ്കിലും അത് യൂട്യൂബിൽ സ്റ്റോറിയിലുണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു ത്വരയുള്ള ആളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇത് ആരാ ഡിസൈൻ ചെയ്ത? ഇത് എന്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ഡിസൈൻ ചെയ്ത് തന്നതാ. നന്നായിട്ട്. പിന്നെ സ്റ്റിക്കർ ചെയ്തു വരച്ചതാണ് അല്ലേ? വരച്ചതാ. ഇത് ഒരു എന്താ കരിക്കച്ചർന്നായിട്ടും പറഞ്ഞിട്ട് ഒരു ആർട്ടാണ്. കരിക്കച്ചർ. എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പൊ അവര് വരച്ചു വന്നിട്ട് ബാക്കി ഇതിങ്ങനെ ചെയ്തു തന്നു. അപ്പൊ ഇതിന്റെ ഒരു തീം ഉണ്ട്, നമ്മുടെ ഇൻട്രോ തീം ഉണ്ട്, ഒരു 17 സെക്കൻഡ്. അതിങ്ങനെ മൊത്തം തിരുവനന്തപുരം കാസർഗോഡ് ഇറങ്ങുന്ന അല്ല, വണ്ടിന്റെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചിട്ടുണ്ട്. ഒരു എന്തായാലും 60-65 ദിവസം ബാക്കില്. പിന്നെ ട്രിവാൻഡ്രം ടു കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ മരം, പിന്നെ നമ്മൾ ആ ഒരു ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയാണല്ലോ. ഇതാ ട്രിവാൻഡ്രം ടു കാസർഗോഡ് കണ്ടോ? ഷെഫ് ഓൺ റോഡ്, ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഒരു യാത്രയാണ്.
തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ഒരു യാത്ര. അപ്പോ എന്തായാലും ഫസ്റ്റ് എന്നെ കാണാൻ തന്നെ ഒരുപാട് സന്തോഷമാണ്. ഉഷാറാവട്ടെ, ഗംഭീരാവട്ടെ. അപ്പൊ പിന്നെ കുറെ കറങ്ങിയിട്ട് വീട്ടിൽ വരണം. നമുക്ക് ആ എപ്പിസോഡ് നല്ല അടിപൊളി പറ്റുവാണെങ്കിൽ ചിലപ്പോ നമ്മളതൊരു കോമ്പറ്റീഷൻ ലെവലിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല. അവളെ എവിടെങ്കിലും ഓപ്പർ എല്ലായിടത്തും കയറി പോവാ. എവിടെങ്കിലും നമ്മള് ജഗതി മോഹൻലാലും കൂടെ ഇങ്ങനെ നോക്കട്ടെ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പാട്ട് മത്സരത്തിൽ കിടില ലുക്ക് കേട്ടാ. കണ്ടപാട് പറഞ്ഞു സൂപ്പർ കോസ്റ്റ്യൂമും കാര്യങ്ങളും അടിപൊളി. മോശമായില്ലല്ലോ. ഞാനിതാ പെരിന്തൽമണ്ണയിലുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി സാബുവിന്റെ ഡിന്നർ സ്പെഷ്യൽ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ഡിന്നർ എല്ലാം കഴിച്ച് പിന്നെ എന്താ പറയാ ഇപ്പൊ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് ഇന്ന് ഇപ്പൊ ഒരു ഉച്ച സമയമായി. ഇവിടുന്ന് ഇപ്പൊ നേരെ എറണാകുളം പോകണം. എറണാകുളത്ത് അവിടുത്തെ ഒന്ന് ഷെഡ്യൂൾ നോക്കിയിട്ട് അവിടെ നേരെ തിരുവനന്തപുരം. അപ്പൊ സാബു എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് അവിടെ എന്തായാലും നിങ്ങളൊരു ഡ്രീം ട്രിപ്പാണ് പോകുന്നത്. നമ്മൾ കേരളം 60 ദിവസം 2 മാസം കൊണ്ട് 14 ഡിസ്ട്രിക്ട് കവർ ചെയ്യുന്നു ഫാമിലി ആയിട്ട്. വേറെ ഒന്നുമല്ല, നമ്മള് സാബുവിന്റെ അടുത്ത് നിന്നുള്ള തുടക്കം എന്ന് പറഞ്ഞാൽ സാബു ആണ് നമ്മളിവിടെ തിരിച്ചിങ്ങോട്ടൊക്കെ വരുമല്ലോ. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, പിന്നെ മറ്റുള്ള ഓരോ സ്ഥലത്തും എനിക്കുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ മൂപ്പര് ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. തിരിച്ചിടാതെ നമ്മള് പിന്നെ നിങ്ങൾ എടുക്കരുത്. എന്തായാലും നമുക്ക് പാലക്കാട് നമ്മുടെ വരുമ്പോ തിരിച്ച് നമുക്ക് എന്തായാലും കൂടാം. എന്തായാലും പോയി വരും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും, ഡ്രൈവ് സേഫ്. അപ്പൊ ഇൻഷാല്ലാ കാണാം. ഓക്കെ ഓക്കെ, ബൈ, ഹാപ്പി ജേർണി. പ്രൊഡ്യൂസറിൽ ഉണ്ടായിരുന്ന അഹമ്മദ് ഉണ്ട്. അതിനേക്കാളും വലിയ പേര് ജൂണിന്റെ ഡയറക്ടറും കൂടിയാണ് മൂപ്പര്. അപ്പോൾ മൂപ്പര് ഇപ്പോൾ ഇവിടുന്ന് കണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എന്നെ നമ്മളൊന്ന് കൈ കൊടുത്തിട്ട് പോകാന്നുള്ള നിലക്ക് വന്നതാണ്. ആള് ചില്ലറക്കാരനല്ല കേട്ടോ, ഈ കാണുന്ന പോലെ ഒന്നല്ലേ. അടുത്ത മൂവിന്റെ ഡയറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് പറയും അല്ലെ, ഇപ്പൊ പറയണ്ട, പിന്നീട് പറയും. പേര് റിവീൽ ചെയ്തില്ല ഇപ്പൊ. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ അത് മാത്രല്ല എന്റെ 7th ലോഞ്ചിന്റെ ആഡ് ഡയറക്ടർ ചെയ്ത് മൂപ്പരാത്. അപ്പൊ അങ്ങനെ കുറെ കണക്ഷൻ. അടിപൊളി ഒരു പ്ലാനാണ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇതാ ഞാൻ തിരുവനന്തപുരം എത്തിയിട്ട് ഇതാ നമ്മളെ പുള്ളിയിടുണ്ട് അസ്ഗർ. എത്ര ആളെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ, പല ആളും എത്ര തവണ അസ്ഗറിന്റെ ചാനലുണ്ടോ, അസ്ഗറിന്റെ കുക്കിംഗ് എപ്പോ, അസ്ഗറിനെ കാണോ, ഇതന്നെ വിഷയം. അപ്പൊ തിരുവനന്തപുരം കംപ്ലീറ്റ്ലി എന്നെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ആള് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എത്തി ഫുള്ള് റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ടേക്ക് പോയതാ. ഓക്കെ, സോ വെൽക്കം ഷമീം. എന്തായാലും ഒത്തിരി നാളായി ഷോയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് 1-2 വർഷം. 7th ലോഞ്ച് ഓപ്പണിംഗിന്റെ അതെ അതെ, പിന്നെ എന്തൊരു ഗെറ്റ് ടുഗദർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒത്തിരി വർഷമായി കണ്ടിട്ട്. ഒരുപാടായി. വെൽക്കം ടു ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം എക്സ്പ്ലോർ ചെയ്യാതെ പറഞ്ഞല്ലോ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ശരിക്കും ആക്ച്വലി 5 days കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ എത്തിയ ഉടനെ ഒന്ന് സംസാരത്തിൽ പിന്നെ അത് 7 days ആക്കി. ട്രിവാൻഡ്രം ഒത്തിരി കാണാനുണ്ട്, പിന്നെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഫുഡിന്റെ ഒത്തിരി എന്താ പറയാ, നമുക്ക് കുറെ പെരട്ട്, അത് ഇതൊക്കെ മട്ടന്റെ കുറെ സ്പെഷ്യൽ ഉണ്ട്. ചിക്കന്റെ പെരട്ട്. എന്റെ സൗത്ത് ആകുമ്പോ എന്റെ പേരും മാറും, പിന്നെ എന്താ പറയാ ഇൻഗ്രീഡിയൻസിന്റെ പേരും ഇവിടെ പറയുന്ന വേറെ രീതിയിലാണ്. നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. അതെ, പിന്നെ റിവ്യൂസ് പറയണം, നമുക്ക് അത് കുക്ക് ചെയ്യണം. പിന്നെ അസ്ഗറിന്റെ നാളെ ഒരു കിടിലൻ സാധനം വരുന്നുണ്ട്. അസ്ഗറിന്റെ സ്പെഷ്യൽ സാധനം വരുന്നുണ്ട്. ഒരു ഫ്യൂഷനാണ്, ഒരു കോണ്ടി കേരള ക്യുസീൻ ഫ്യൂഷൻ, എന്താ പറയുക, ഒരു മിക്സിംഗ് കണ്ടന്റ് ഇട്ടും സംഭവം. അപ്പൊ അത് നാളെ രാവിലെ നമ്മള് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് നാളെ എപ്പിസോഡ് നാളെ കിട്ടും. അപ്പോ പിന്നെ എങ്ങനെയാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്ത് പൊളിക്കാം. പിന്നെ നമുക്ക് സബ്സ്ക്രൈബറെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിലെനിക്ക് പ്രത്യേകം പറയാനുള്ള, എന്റെ സബ്സ്ക്രൈബറെ വീട്ടിൽ പോയി കുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരാളെന്തായാലും സെലക്ട് ചെയ്യും, ചിലപ്പോൾ 2 ആളെ സെലക്ട് ചെയ്യും. എനിക്ക് എങ്ങനെയാ ടൈമിങ് അതുപോലെ ഇരിക്കും. അപ്പൊ നിങ്ങൾ ട്രിവാൻഡ്രം ജില്ലക്കാർ ട്രിവാൻഡ്രം എന്ന പേര് എഴുതുക, നിങ്ങളുടെ പേര് എഴുതുക, ട്രിവാൻഡ്രം സ്പേസ് നിങ്ങളുടെ പേര് എഴുതുക. അത് നിങ്ങൾ തന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് വിടാം. പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് വിടാം. റാൻഡം ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തോളും ആളെ എങ്ങനെയാന്നുള്ള നോക്കിയിട്ട് 1-2 നമുക്ക് ആളെ സെലക്ട് ചെയ്തിട്ട് അവരെ വീട്ടിൽ പോയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അതല്ല അവർക്ക് കുക്ക് ചെയ്തിട്ട് നമുക്ക് തരണമെങ്കിൽ അങ്ങനെയും തരാം. ആ റെസിപ്പി വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ഓപ്ഷൻ അതല്ലേ, നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഇനി അസ്ഗറിന്റെ എപ്പിസോഡുകൾ ഉണ്ടാവും, അസ്ഗറിന്റെ വെറൈറ്റീസ് ഉണ്ടാവും. ഒന്നൊന്നല്ല, ഇഷ്ടം പോലെ അല്ലെ, കുറെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നേക്ക് ഇടുന്നു ബബായ് പറയാം. നാളത്തെ എപ്പിസോഡിൽ അവർ വെയിറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്നേക്ക് ബബായ്.